നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 12. നിഫ്റ്റിയുടെ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി ആണ് ഇന്ന്. ആയതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് കാര്യമായ ഡെവലപ്മെന്റ്സുകളൊന്നും തന്നെ വന്നിട്ടില്ല. എന്നാൽ അതേസമയം US-ഉം ഇറാനും തമ്മിലുള്ള സീസ് ഫയർ തകർച്ചയുടെ വക്കിലാണെന്നുള്ള സൂചനകൾ US പ്രസിഡന്റ് ട്രംപ് പങ്കുവയ്ക്കുകയും ചെയ്തു. ലോകമാകമാനം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന US പ്രസിഡന്റ് ട്രംപിന്റെ ചൈനീസ് വിസിറ്റ് 13, 14, 15 തീയതികളിലായിട്ട് നടക്കും. എന്നാൽ ഇന്ന് വെളുപ്പിനോടുകൂടി വീണ്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും പുതിയൊരു പ്രഖ്യാപനം വന്നു. അതായത് അദ്ദേഹത്തിന്റെ ചൈന സന്ദർശനത്തിന് മുന്നേ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് മഹത്തായ കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തുകയും ചെയ്തത്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ്, ടാറ്റ പവർ കമ്പനി, ബർജർ പെയിന്റ്സ് ഇന്ത്യ, ക്ലീൻമാക്സ് എൻവിഡിയോ എനർജി സൊല്യൂഷൻസ്, കോഹാൻസ് ലൈഫ് സയൻസ്, ഡിക്സൺ ടെക്നോളജീസ്, ഐനോക്സ് ഇന്ത്യ, കൽപാത്രോ, മാക്സ് ഫിനാൻഷ്യൽ സർവീസസ്, വൺ മൊബിക്വിക് സിസ്റ്റംസ്, MTAR ടെക്നോളജീസ്, നസാര ടെക്നോളജീസ്, നോവർട്ടീസ് ഇന്ത്യ, ഫൈസർ, കീസ്റ്റോൺ റിയൽറ്റേഴ്സ്, ടോറന്റ് പവർ, വിഗാർഡ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 23,800 എന്ന കീ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാതെ ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നുകൊണ്ട് കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ ഒരു പക്ഷേ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലും തുടർന്ന് 24,100 എന്ന ലെവലും നിഫ്റ്റിക്ക് മുകളിലേക്ക് മറികടക്കുവാൻ സാധിച്ചേക്കാം. എന്നാൽ അതേസമയം 23,800 എന്ന ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 23,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണവും തള്ളിക്കളയാനാവുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4 മണിയോടുകൂടി ഏപ്രിൽ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലും മന്ത് ഓൺ മന്ത് ബേസിസിലുമുള്ള ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ് ഉണ്ട്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US-ൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഏപ്രിൽ മാസത്തെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റയിൽ മന്ത് ഓൺ മന്ത് ബേസിസിൽ 0.2% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 4.02 മില്യൺ യൂണിറ്റ്സുകൾ വിറ്റഴിച്ചുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഡാറ്റ തന്നെയാണ് റിലീസ് ചെയ്യപ്പെടുകയും ഉണ്ടായത്. ഇന്ന് ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളുണ്ട്. രാവിലെ 6 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും മെയ് മാസത്തെ വെസ്റ്റ് പാക് കൺസ്യൂമർ കോൺഫിഡൻസ് ചേഞ്ച് ഡാറ്റയുടെ റിലീസ് നടക്കാനിരിക്കുന്നു. 7 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ ഏപ്രിൽ മാസത്തെ NAB ബിസിനസ് കോൺഫിഡൻസ് ഡാറ്റയുടെ റിലീസുമുണ്ട്. ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 2:30 ജർമ്മനിയിൽ നിന്നും മെയ് മാസത്തെ CU ഇക്കണോമിക് സെന്റിമെന്റ് ഇൻഡെക്സിന്റെയും റിലീസ് നടക്കാനിരിക്കുന്നു. പിന്നീട് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി US-ൽ നിന്നും ഏപ്രിൽ മാസത്തെ വിവിധ തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഡാറ്റകളുടെ റിലീസും നടക്കാനുണ്ട്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നതിനെ തുടർന്ന് 3 ട്രേഡിംഗ് സെഷനുകളിൽ തുടർച്ചയായി നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 8,437.56 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5,939.65 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ എല്ലാ ADR സ്റ്റോക്കുകൾക്കും ഇന്നലെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. ആക്സിസ് ബാങ്ക് ADR-ന് 0.5%, ഡോക്ടർ റെഡ്ഡീസിന് 0.25%, HDFC ബാങ്ക് ADR-ന് 3.25%, ICIC ബാങ്കിന് 1.5%, ഇൻഫോസിസ് ADR-ന് 4%, വിപ്രോ ADR-ന് 2.5%-ലേറെയും നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ടെക് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത ശക്തമായ നേട്ടത്തെ തുടർന്ന് തുടർച്ചയായി ഇന്നലെ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും US മാർക്കറ്റിൽ S&P 500-നും നാസ്ഡാക്കിനും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യുവാനും സാധിച്ചു. കൂടാതെ ഇരു ഇൻഡെക്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. എന്നാൽ നിലവിൽ US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%-ലേറെ നേട്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റിന് 0.25%-നടുത്ത് നഷ്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റിന് ഫ്ലാറ്റായിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം
നെഗറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 1.5%-ലേറെയും നേട്ടത്തിലാണ് വ്യാപാരം ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും ഗോൾഡിന്റെ ഒക്കെ വിലയിൽ 0.5% ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $104.83 per ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $98.58 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $4,758 per ഔൺസ് എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. നിഫ്റ്റിയുടെ PCR ഇന്നലെ ഉണ്ടായ ഇടിവിനെ തുടർന്ന് 0.57 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് അൾട്രാ ബെയറിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ടാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. RSIയിലും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 46.11 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 23,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ റെയിൽവേ ട്രാക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7,544 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് യൂറോപ്പിൽ നിന്നും ലഭിച്ചു. HFCL ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 183.95 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഭാരത് ഫോർജ് നിർണായക ലാൻഡിംഗ് ഗിയർ ഫോർജിങ്ങുകളുടെ നിർമ്മാണത്തിനും വിതരണത്തിനുമായിട്ട് കമ്പനി എംബ്രയറുമായിട്ട് ദീർഘകാല കരാറിൽ ഏർപ്പെട്ടു. HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് 6 വരി ഹൈവേ ഇടനാഴി നിർമ്മാണത്തിനും നിലവിലുള്ള റോഡിന്റെ മെച്ചപ്പെടുത്തലിനുമായിട്ട് മഹാരാഷ്ട്രയിലെ വെൽസ്പൺ എന്റർപ്രൈസസിൽ നിന്ന് 3,931.11 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. LTM തത്സമയ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിലേക്ക് സംരംഭങ്ങളെ പ്രാപ്തമാക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്ത AI അധിഷ്ഠിത LTM ബിസിനസ് ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോമിന്റെ ലോഞ്ച് കമ്പനി പ്രഖ്യാപിച്ചു. അദാനി പോർട്സ് മെയ് 31 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തില് ശ്രീ പ്രണവ് ചൗധരി കമ്പനിയുടെ CEO സ്ഥാനം രാജിവെച്ചു. എന്നിരുന്നാലും ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ശ്രീ നീരജ് ബൻസാലിനെ കമ്പനിയുടെ CEO ആയിട്ട് ബോർഡ് നിയമിക്കുകയും ചെയ്തു. ഇന്ത്യൻ ഹോട്ടൽസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ 4 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റില് 14.8%, റവന്യൂവില് 14% വർധനവ് രേഖപ്പെടുത്തി. JSW എനർജി പ്രോഫിറ്റില് 9% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 41% വർധനവും രേഖപ്പെടുത്തി. സാറ്റിൻ ക്രെഡിറ്റ് കെയർ നെറ്റ്വർക്ക് പ്രോഫിറ്റില് 234% റവന്യൂവില് 46.2% വളർച്ചയും രേഖപ്പെടുത്തി. ഹെറിറ്റേജ് ഫുഡ്സ് പ്രോഫിറ്റില് 36.7% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 10.4% വർധനവും രേഖപ്പെടുത്തി. JB കെമിക്കൽസ് പ്രോഫിറ്റില് 30.4% റവന്യൂവില് 4.8% ഇടിവ് രേഖപ്പെടുത്തി. സൈറമ SGS ടെക്നോളജീസ് പ്രോഫിറ്റില് 54.6% റവന്യൂവില് 58.5% വർധനവ് രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. ഇന്ന് വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.